നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ കുന്നംകുളം പോലീസ് മർദ്ദിച്ചതിനെതിരെ ചേർപ്പിൽ പ്രതിഷേധം. കോൺഗ്രസ് ചേർപ്പ്, പാറളം, വല്ലച്ചിറ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു ജനകീയ പ്രതിഷേധ സദസ്സ്. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ കലാമേളയായ കേളി അരങ്ങേറി. ജൂനിയർ കലാഭവൻ മണി എന്ന പേരിൽ അറിയപ്പെടുന്ന കൃഷ്ണകുമാർ ആലുവ കലാമേള ഉദ്ഘാടനം ചെയ്തു. ചിയ്യാരത്ത് പഴം പച്ചക്കറി കടയിൽ തീപിടുത്തത്തിൽ കടയിലെ ഫ്രീസറുകൾ കത്തിനശിച്ചു. ബുധനാഴ്ച വൈകിട്ട് 3:30 സംഭവം. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ കുന്നംകുളം പോലീസ് മർദ്ദിച്ചതിനെതിരെ ചേർപ്പിൽ പ്രതിഷേധം. കോൺഗ്രസ് ചേർപ്പ്, പാറളം, വല്ലച്ചിറ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു ജനകീയ പ്രതിഷേധ സദസ്സ്. ചേർപ്പ് പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ജനകീയ പ്രതിഷേധ സദസ്സ് നടന്നത്. മുൻ MLA MP വിൻസെന്റ് പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. പോലീസ് മർദ്ദനം സാധാരണക്കാരൻ അവന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ എന്നും അത്താണിയായി നിൽക്കുന്ന പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷനുകൾ പാവപ്പെട്ടവനെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ച്, കാശില്ലാത്തവനെ കണ്ടാൽ കള്ളനെ പോലെ പരിതപിച്ച്, ഒന്നുമില്ലാതെ വരുന്നവനെ കബളിപ്പിച്ച് വഞ്ചിച്ച്, എവിടെ കിട്ടിയാലും അവരെയൊക്കെ വഞ്ചിക്കുന്ന ഒരു കാളന്മാരുടെയും കാടത്തത്തിന്റെ പ്രതീകമായിട്ടുള്ള ഒരു കൂട്ടായ്മയായി പോലീസ് സ്റ്റേഷനുകൾ മാറും. അവിടെയും നല്ലവരൊക്കെ ഉണ്ട്. എന്നാൽ ചൊവ്വന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്ന, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന സുജിത്ത് ഇന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങൾ പത്രത്തിലൂടെയും TV-കളിലൂടെയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2 വർഷം മുമ്പ് സുജിത്തിനെ ഭീകരമായി മർദ്ദിച്ച സംഭവം. ഒരു പൂജാരിയായ അമ്പലത്തിൽ ദൈവിക വേലകൾ ചെയ്യുന്ന ഒരു പൂജാരി, മന്യനായ ഒരു ചെറുപ്പക്കാരൻ, മറ്റോ ഇന്നത്തെ ഒരു മോശമായ പ്രവൃത്തികളൊന്നുമില്ലാത്ത കോൺഗ്രസിന്റെ മുഴുവൻ വിശ്വാസ ഐക്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്റെ മതം, എന്റെ ജാതി, എന്റെ എന്ന് പറഞ്ഞ് ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ മുദ്രാവാക്യം മുഴക്കി നടക്കുന്ന പ്രിയങ്കനായ യുവാവ്. കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷനായി. DCC സെക്രട്ടറിമാരായ നൌഷാദ് ആറ്റുപറമ്പത്ത്, KV ദാസൻ, സുനിൽ ലാലൂർ, UDF നാട്ടിക നിയോജക മണ്ഡലം ചെയർമാൻ ബിജു കുണ്ടുകുളം, ചേർപ്പ്, അവണിശ്ശേരി, പാറളം, വല്ലച്ചിറ മണ്ഡലം പ്രസിഡന്റുമാരായ K രാമചന്ദ്രൻ, പ്രിയൻ പെരിഞ്ചേരി, KR ചന്ദ്രൻ, സിജു എടപ്പള്ളി, CK വിനോദ്, KR സിദ്ധാർത്ഥൻ, കുട്ടികൃഷ്ണൻ, M സുജിത് കുമാർ, MM അബൂബക്കർ എന്നിവർ സംസാരിച്ചു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ കലാമേളയായ കേളി അരങ്ങേറി. ജൂനിയർ കലാഭവൻ മണി എന്ന പേരിൽ അറിയപ്പെടുന്ന കൃഷ്ണകുമാർ ആലുവ കലാമേള ഉദ്ഘാടനം ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി VV രാജേഷ് അധ്യക്ഷത വഹിച്ചു. വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ K സുകേഷ്, ഡയറക്ടർ മോഹനൻ വടക്കേടത്ത്, വിദ്യാലയ സമിതി പ്രസിഡന്റ് K രവീന്ദ്രൻ, സെക്രട്ടറി രജിത് നാരായണൻ, മാനേജർ C രാഗേഷ്, പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി, ക്ഷേമസമിതി പ്രസിഡന്റ് സുനിൽകുമാർ, മാതൃസമിതി പ്രസിഡന്റ് സലിത എന്നിവർ സംസാരിച്ചു. 6 വേദികളിൽ നടക്കുന്ന 45 ഇനം മത്സരങ്ങളിൽ 800-ലേറെ വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. കലാമേള വെള്ളിയാഴ്ച സമാപിക്കും.
ചിയ്യാറത്ത് പഴം പച്ചക്കറി കടയിൽ തീപിടുത്തത്തിൽ കടയിലെ ഫ്രീസറുകൾ കത്തിനശിച്ചു. ബുധനാഴ്ച വൈകിട്ട് 3:30-ഓടെയാണ് സംഭവം. ഓലമേഞ്ഞ് മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് പൊതിഞ്ഞ കടയുടെ മേൽക്കൂരയിലാണ് തീപിടുത്തമുണ്ടായത്. വിവരമറിഞ്ഞ് തൃശൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റ് സംഘം ചേർന്ന് തീയണയ്ക്കുകയായിരുന്നു. കടയിലെ ഫ്രീസറുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. അതിവേഗത്തിൽ തീയണയ്ക്കാൻ കഴിഞ്ഞതിനാൽ സമീപത്തെ കടയിലേക്ക് തീ പടരുന്നത് ഒഴിവാക്കാനായി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് കരുതുന്നത്. തലൂരിൽ ലോറിയിൽ നിന്നിറങ്ങിയ ഡ്രൈവർ മറ്റൊരു ലോറി ഇടിച്ചു മരിച്ചു. ഒറ്റപ്പാലം അമ്പലപ്പാറ സ്വദേശി തുപ്രാംകുന്നത്ത് വീട്ടിൽ മുഹമ്മദിന്റെ മകൻ ഷെഫീർ മോനാണ് മരിച്ചത്. ബുധനാഴ്ച പുലർച്ചെ 3 മണിയോടെ തലൂരിൽ ദേശീയപാതയിലായിരുന്നു അപകടം. മൂവാറ്റുപുഴയിലേക്ക് ലോറിയിൽ കന്നുകാലികളുമായി പോയി തിരിച്ചു വരികയായിരുന്ന ഡ്രൈവർ ഷെഫീർ മോൻ. ലോറി നിർത്തി പുറത്തിറങ്ങിയ ഷെഫീർ തിരിച്ചു കയറാൻ വാതിൽ തുറക്കാൻ ശ്രമിച്ചു. ഇതിനിടെ അതേ ദിശയിൽ വന്ന മിനി ലോറി ഷെഫീർ മോന്റെ മേൽ ഇടിക്കുകയായിരുന്നു. റോഡിൽ തെറിച്ചു വീണ ഡ്രൈവറെ ക്ലീനർ ആശുപത്രിയിലേക്ക് മാറ്റാൻ ഏറെ നേരം ശ്രമിച്ചിരുന്നു. പിന്നീട് 1 മണിക്കൂർ കഴിഞ്ഞ് പുതുക്കാട് ഫയർഫോഴ്സ് യൂണിറ്റിന്റെ വാഹനത്തിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വൈകിട്ടോടെ മരിച്ചു. സീനത്താണ് മരിച്ച ഷെഫീർ മോന്റെ ഭാര്യ. മുഹമ്മദ് ആരിഫ്, ആയിഷ ലുബാബ എന്നിവർ മക്കളാണ്. ശ്രീനാരായണ ഗുരുദേവ ജയന്തിയോടനുബന്ധിച്ച് കപിലാശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 13-ന് തൃപ്രയാറിൽ ശ്രീനാരായണ ധർമ്മ വിവക്ഷയും ഗ്രന്ഥവിചാര സദസ്സും സംഘടിപ്പിക്കും. ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് തൃപ്രയാർ മേൽക്കോവിൽ ശിവക്ഷേത്രം ഹാളിലാണ് പരിപാടി നടക്കുക. ചെറുശ്ശേരി വിവേകാനന്ദാശ്രമം മുഖ്യ ഉപദേഷ്ടാവ് സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ ശ്രീനാരായണ ധർമ്മ വിവക്ഷ നടത്തും. തൃപ്രയാർ കപിലാശ്രമം അധ്യക്ഷൻ സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി അധ്യക്ഷനാകുന്ന ചടങ്ങിൽ എ സതീഷ് ചന്ദ്രൻ ആമുഖ പ്രഭാഷണം നടത്തും. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ കെ വിഷ്ണുഭാരതി സ്വാമികൾ പുസ്തക പ്രസാദന നിധി സമർപ്പണം നിർവഹിക്കും. RSS തൃശൂർ വിഭാഗ് സംഘചാലക് KS പത്മനാഭൻ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സംഘാടകരായ സതീഷ് ചന്ദ്രൻ, കെ രവീന്ദ്രനാഥൻ, കെ ദിനേശ് രാജ, വിജേഷ്, ശെൽവരാജ്, റീജ അജയൻ, ഷാന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷം ആശ്രമവും ആശ്രമത്തിനോട് ബന്ധപ്പെട്ട കപില സേവാ സമിതിയും ശ്രീനാരായണ ഗുരുദേവ തത്വങ്ങൾ ജനമനസ്സിൽ ഊട്ടി ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരു ശ്രീനാരായണ തത്വ സദസ്സ്, വിചാര സദസ്സ് സംഘടിപ്പിക്കുക എന്ന ചിന്ത ഉണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ഈ പ്രദേശത്തുള്ള സാമൂഹ്യ സാംസ്കാരിക കലാരംഗത്തെ പ്രഗത്ഭരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒക്ടോബർ മാസം 13-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് നേത്രക്കോവിൽ ക്ഷേത്രം ഹാളിൽ വെച്ച് ഒരു വിപുലമായ ശ്രീനാരായണ തത്വ വിവക്ഷ എന്ന ഒരു പദ്ധതി സംഘടിപ്പിച്ചത്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി ധനലക്ഷ്മി ലോട്ടറിയുടെ 1-ാം സമ്മാനം 1 കോടി രൂപ വരാക്കര സ്വദേശിക്ക്. വരാക്കര മഞ്ഞളി വീട്ടിൽ 81 വയസ്സുള്ള തോമസ് ആണ് ഭാഗ്യവാൻ. ബുധനാഴ്ച വൈകിട്ട് നറുക്കെടുത്ത DD 781756 എന്ന നമ്പറിലുള്ള ടിക്കറ്റിനാണ് 1-ാം സമ്മാനമായ 1 കോടി രൂപ ലഭിച്ചത്. കരുവാപ്പടി ആവണി ലക്കി സെന്ററിൽ നിന്ന് വാങ്ങിയ ടിക്കറ്റാണ് തോമസിനെ ഭാഗ്യവാനാക്കിയത്. മക്കൾക്ക് വീടിന്റെ ആവശ്യത്തിനും പേരക്കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനുമായി പണം വിനിയോഗിക്കുമെന്ന് തോമസ് പറഞ്ഞു. ഇതോടൊപ്പം തനിക്കുള്ള ചെറിയ കടങ്ങളും വീട്ടാൻ കഴിയുമെന്ന സന്തോഷത്തിലുമാണ് തോമസ്. ഷാജി, ഷൈനി, റാണി എന്നിവരാണ് തോമസിന്റെ മക്കൾ. കരുവാപ്പടിയിൽ 15 വർഷമായി പ്രവർത്തിക്കുന്നതാണ് ആവണി ലക്കി സെന്റർ. ഇത് 2-ാം തവണയാണ് ആവണി ലക്കി സെന്ററിൽ വിറ്റ ടിക്കറ്റിൽ 1-ാം സമ്മാനം ലഭിക്കുന്നതെന്ന് ഉടമകളായ വിനോദ് കുമാറും ലേയും പറഞ്ഞു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിൽ നിർമ്മിച്ച ഇന്ദിരാജി റോഡ് നാടിന് സമർപ്പിച്ചു. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി പ്രകാരമാണ് റോഡ് നിർമ്മിച്ചത്. വാർഷിക പദ്ധതി പ്രകാരം 5 ലക്ഷം രൂപ വകയിരുത്തിയാണ് ഇന്ദിരാജി റോഡ് നിർമ്മിച്ചത്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 2 റോഡിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നത്. എന്തായാലും കയ്പമംഗലം പഞ്ചായത്തിന്റെ രീതിയിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. 9-ാം വാർഡിൽ ഇന്ന് 2 റോഡ് 5 മണിക്കും 5:30-ആയിട്ട് നടന്നു. ഇതും കട്ട വിരിച്ച റോഡുകളായിരുന്നു. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒട്ടേറെ കട്ട വിരിച്ച റോഡുകളാണ് ഈ പ്രാവശ്യം നമ്മൾ ഈ ഭരണസമിതി കയറിയതിനു ശേഷം നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അതാണ് ഏറ്റവും വലിയൊരു അഭിമാനം തന്നെ. വാർഡ് മെമ്പർ PA ഷാജഹാൻ അധ്യക്ഷനായി. ഹനീഫ പുതിയ വീട്ടിൽ, മുഹമ്മദ് ഷെഫീഖ് നമക്കോട്, ആശാ വർക്കർ സുഭദ്ര, CDS അംഗം രമണി മണികണ്ഠൻ, ADS അംഗങ്ങളായ ബുഷ്ര, ഷെമിത, നസീറ, ലൈല എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.
കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് വലയിൽ കുടുങ്ങിയ നിലയിൽ മലമ്പാമ്പിനെ കണ്ടെത്തി. അഴീക്കോട് പൂച്ചക്കടവിലാണ് ഇന്ന് രാവിലെ മലമ്പാമ്പിനെ കണ്ടെത്തിയത്. പുഴയോട് ചേർന്നുള്ള സ്ഥലത്ത് വീടിന്റെ വേലിയിൽ കെട്ടിയിട്ട വലയിലാണ് 7 അടിയോളം നീളമുള്ള മലമ്പാമ്പ് കുടുങ്ങിയത്. പരിസരവാസികളായ അബ്ദുൽ ഹബീബ്, മുഹമ്മദ്, യാസിർ എന്നിവരുടെ നേതൃത്വത്തിൽ പാമ്പിനെ പിടികൂടി. പിന്നീട് സ്നേക്ക് റെസ്ക്യൂവർ കണ്ണൻ അഷ്ടപതിക്ക് പാമ്പിനെ കൈമാറി. ചന്ദ്രാപിനി CHSS ഇംഗ്ലീഷ് മീഡിയം LP സ്കൂളിൽ സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. ദേശീയ വോളിബോൾ താരം PC ഗോപിദാസ് സ്പോർട്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VB ഗണേഷ് അധ്യക്ഷനായി. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ, PK മജീദ്, പ്രധാനാധ്യാപിക VV അമ്പിളി, MPTA പ്രസിഡന്റ് ഷെഫീന, ഡെപ്യൂട്ടി പ്രധാനാധ്യാപിക PS സിജിമോൾ, സ്റ്റാഫ് സെക്രട്ടറി PV ഷിൽസ, പ്രോഗ്രാം കൺവീനർ ചിഞ്ചു എന്നിവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 10,130 രൂപ, പവന് 81,040 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ കുന്നംകുളം പോലീസ് മർദ്ദിച്ചതിനെതിരെ ചേർപ്പിൽ പ്രതിഷേധം. കോൺഗ്രസ് ചേർപ്പ്, പാറളം, വല്ലച്ചിറ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു ജനകീയ പ്രതിഷേധ സദസ്സ്. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ കലാമേളയായ കേളി അരങ്ങേറി. ജൂനിയർ കലാഭവൻ മണി എന്ന പേരിൽ അറിയപ്പെടുന്ന കൃഷ്ണകുമാർ ആലുവ കലാമേള ഉദ്ഘാടനം ചെയ്തു. ചിയ്യാരത്ത് പഴം പച്ചക്കറി കടയിൽ തീപിടുത്തത്തിൽ കടയിലെ ഫ്രീസറുകൾ കത്തിനശിച്ചു. ബുധനാഴ്ച വൈകിട്ട് 3:30 സംഭവം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.